ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമുക്കിന്നൊരു എഗ് റോസ്റ്റ് ഉണ്ടാക്കാം. ഞാൻ ഉണ്ടാക്കുന്ന രീതിക്കാണ്. പാൻ സ്റ്റൗവിൽ വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാൻ കൊക്കനട്ട് ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഓയിൽ ചൂടായി വരുമ്പോൾ വെളുത്തുള്ളി, ഇഞ്ചി ചേർത്ത് കൊടുക്കുക. അത് ചെറുതായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാള ചേർത്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ കൂടെ ഇച്ചിരി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. സവാള പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഉപ്പ് ചേർത്താൽ പെട്ടെന്ന് വാടി കിട്ടും. എന്നിട്ട് നന്നായിട്ട് സോഫ്റ്റ് ആവുന്നത് വരെ വഴറ്റിയെടുക്കുക. സവാള നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം നമുക്കതിക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്തിട്ട് നന്നായിട്ട് തക്കാളി അതിലൊന്ന് മിക്സ് ആവുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം. അതിനുശേഷം അതിക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർത്തിട്ടുള്ളത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും മല്ലിപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂണ്, കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്, അത് 1 ടീസ്പൂണ്. മല്ലിപ്പൊടി 1 ടീസ്പൂണ്. ഒരു പിച്ച് ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. മസാലപ്പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിൻ്റെ പച്ചമണം മാറിക്കഴിഞ്ഞതിന് ശേഷം അതിലോട്ട് ഇച്ചിരി വെള്ളം ഒഴിക്കുക. അധികമൊന്നും വേണ്ട, ഒരു 1/2 കപ്പ് ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അത് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. ആ പൊടികളൊക്കെ ഒന്ന് വെന്ത് വരുന്നത്. എന്നിട്ട് എഗ്ഗ് ചേർത്ത് കൊടുക്കുക. ഇച്ചിരി ചപ്പും കൂടെ ചേർത്തിട്ടുണ്ട്, ചപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, നമ്മുടെ എഗ് റോസ്റ്റ് റെഡി. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.